കാഞ്ഞാണി കാഞ്ഞാൻകോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊളിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് നടപടി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും പാടശേഖര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് ബണ്ടുകൾ പൊളിച്ചത്. വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്നാണ് നമ്മളെ കളക്ടറെ സമീപിക്കുകയും കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടുകയും നമ്മളുടെ ഇവിടെ മണലൂർ താഴവും കാഞ്ഞാങ്കോളും ബണ്ട് പൊളിച്ച് വെള്ളം തുറന്നുവിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ മണലൂർ താഴത്തെ ബണ്ട് പൊട്ടിക്കുന്നത്. അതിനുള്ള അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു. അഗസ്റ്റിൻ, അന്തിക്കാട് ബ്ലോക്ക് പരിധിയിൽ ഏറെ നാളായി വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ള ഒരു വാർത്ത നമ്മൾ തന്നെ കൊടുക്കുകയുണ്ടായി. പല വീടുകളും വെള്ളക്കെട്ട് ഭീഷണിയിൽ തുടരുന്ന ഒരു സാഹചര്യവുമാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ കാഞ്ഞാൻകോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊളിച്ച് അധികൃതർ ഒരു നടപടിയുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത്. ബണ്ടുകൾ പൊളിക്കുന്നത് മൂലം വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമോ? ഈ മേഖലയിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ ഈ ബണ്ട് പൊട്ടിക്കുന്നത് സാധ്യമല്ലെങ്കിലും ഒരു പരിധി വരെ വെള്ളക്കെട്ട് നിയന്ത്രിക്കാനായിട്ട് ഈ ബണ്ട് പൊട്ടിക്കൽ സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാ കൊല്ലവും ഇതുപോലെ വർഷക്കാലത്ത് വെള്ളക്കെട്ട് ഉയരുമ്പോൾ കാഞ്ഞാൻകോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊട്ടിച്ചാണ് വെള്ളം മണലൂർ താഴം പടവിലേക്കും തുടർന്ന് ഏനാമാവ് റെഗുലേറ്ററിലേക്കും ഒഴുക്കി വിടാറുള്ളത്. അങ്ങനെ വെള്ളം ഒഴുക്കി വിടുന്ന സാഹചര്യത്തിലാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളതും ചേർപ്പ് പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതുമായിട്ടുള്ള നിരവധി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ആകുന്ന സാഹചര്യം ഒഴിവാക്കാനാവുകയുള്ളൂ. ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ നടന്ന സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇന്ന് ഇവിടുത്തെ ബണ്ടുകൾ പൊട്ടിക്കാൻ തീരുമാനമായത്. തികച്ചും സ്ഫോടനാത്മകമായ സാഹചര്യമാണ് കഴിഞ്ഞ വർഷം പോലും ഇവിടെ ഉണ്ടായത്. ഒരു വിഭാഗം ആളുകൾ ബണ്ട് പൊട്ടിക്കാൻ പാടില്ലെന്നും വേറെ വിഭാഗം ആളുകൾ പൊട്ടിക്കാതെ നിവർത്തിയില്ലെന്ന് പറഞ്ഞ് സംഘർഷത്തിന്റെ അടുത്തുവരെ എത്തുന്ന സാഹചര്യം മിക്കവാറും വർഷങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. ഇത്തവണ പോലീസിന്റെയും അതുപോലെ തന്നെ ഇറിഗേഷൻ അധികൃതരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് വളരെ സമാധാനപൂർവ്വമായ അന്തരീക്ഷത്തിലാണ് ഈ 2 ബണ്ടുകൾ പൊട്ടിക്കാനായത്. ഇതുമൂലം ചാഴൂർ, താന്യം, അന്തിക്കാട്, അരിമ്പൂർ, പാറളം മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ അടിയിലാവുന്ന സാഹചര്യം ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിരവധി വീടുകളും അതുപോലെ തന്നെ അവിടെ സമീപത്തുള്ള പറമ്പുകളും എല്ലാം വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു മൃതദേഹം വെള്ളത്തിലൂടെ ഫയർ ബോട്ടിൽ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഈ 2 ബണ്ടുകൾ എല്ലാ കൊല്ലവും പൊട്ടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് സ്ഥിരമായി അവിടെ നല്ല വിസ്തൃതിയുള്ള വെള്ളം ഒഴുകി പോകാനുള്ള ഫ്ലൂയിസുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യം ഇറിഗേഷൻ അധികൃതർ തുടർച്ചയായി അവഗണിക്കുന്നതാണ് ഈ പ്രശ്നം ആവർത്തിക്കാൻ കാരണമെന്നുമാണ് വ്യാപകമായ ആക്ഷേപം ഉയരുന്നത്. അഗസ്റ്റിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ വർഷവും ഇതേ രീതിയിലുള്ള വെള്ളക്കെട്ട് അവിടെ ഉണ്ടാകാറുണ്ട്. ഈ സ്ലൂയിസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്ത് തടസ്സമാണ് ഇറിഗേഷൻ അധികൃതർ പറയുന്നത്? അത് കൃത്യമായ ഒരു ഉത്തരം അതിന് പറയാൻ സാധിക്കില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ഇറിഗേഷൻ അധികൃതരുടെ അനാസ്ഥയാണെന്ന് മാത്രമാണ് അതേക്കുറിച്ച് പറയാനാകുക. കാരണം ഇത്രയും 6-7 പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എല്ലാ കൊല്ലവും ഉയർന്നു വന്നിട്ടും അതിനൊരു പരിഹാരം കാണാതിരിക്കുന്നത് തികഞ്ഞ അനാസ്ഥ തന്നെയാണെന്നാണ് പരക്കെ ഉയർന്നിട്ടുള്ള ആക്ഷേപം. അഗസ്റ്റിൻ, വെള്ളക്കെട്ടുണ്ടായി ഇത്രയും രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് മാറുന്നതിന് മുൻപ് അതിനൊരു പരിഹാരം കാണാൻ ഈ ബ്ലോക്ക് പരിധിയിൽ അതിനൊരു പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചില്ലേ? തീർച്ചയായും സാധിക്കേണ്ടതാണ്. എല്ലാ വർഷവും വർഷക്കാലം തുടങ്ങുന്നതിന് മുമ്പ് കളക്ടറേറ്റ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മഴക്കാല പൂർവ്വ മുന്നൊരുക്ക നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. പക്ഷേ ഈ മുന്നൊരുക്ക നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാൻ പടവ് കമ്മിറ്റികളോ ജനപ്രതിനിധികളോ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഇതുവരെ തുടർന്നു വരുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചാഴൂർ പഞ്ചായത്തിലെ 3 കോൾപ്പാടങ്ങൾ പടവുകളിലെ സർവീസുകളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായി. നാം അത് വളരെ നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ മറ്റ് അധികൃതരോ ഇറിഗേഷൻ അധികൃതരോ യുക്തമായ സമയത്ത് നടപടി സ്വീകരിക്കാതെ ആ പ്രദേശത്ത് സമീപനം അവസാന ജനങ്ങളിറങ്ങി സർവീസുകൾ ഉണ്ടായത്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് അടച്ചിക്കാൻ തയ്യാറാവുകയും അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഇത്തരം സർവീസുകളുടെ നിർമ്മാണം നടത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ വെള്ളക്കെട്ടിന്റെ ദുരിതം ജനങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്.
ശരി അഗസ്റ്റിൻ, വിവരങ്ങൾ നൽകിയതിന്. എന്തെങ്കിലും അധികൃതരെ ചെറിയ രീതിയിലെങ്കിലും ഒരു അനാസ്ഥ അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ ജനങ്ങളെ വെള്ളക്കെട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ഞാൺ കോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകളാണ് പൊളിച്ച് അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും പാടശേഖര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ബണ്ട് പൊളിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്.